ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ കർത്തൃസന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത് സ്തുതിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സകല ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. ഇന്ന് ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. പ്രൈസറോ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമാണ് ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, നല്ല കർത്താവെ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ തിരുസന്നിധിയിലായിരിക്കാൻ സഹായിച്ചതിനെ ഓർത്ത് സ്തോത്രം. ഈ വാഗ്ദത്ത വചനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അടിമകളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേൾവിക്കാരായ പ്രിയപ്പെട്ട അംഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം പകരണമേ, സംസാരിപ്പാൻ കൃപ നൽകണമേ, കേൾവിക്കാരെ ഒരുക്കണമേ, രക്തവളപ്പിൽ സൂക്ഷിക്കണമേ, തടസ്സങ്ങളെ ശാസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വമെല്ലാം ദൈവത്തിന് തരുന്നു. നസ്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണം സ്വർഗീയ അൻപുള്ള നല്ല ദൈവമേ, ആമേൻ. ഇവിടെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യം ചമച്ചിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും നാം അനേകരോട് സഹകരിച്ച് പോകുന്നവരാണ്. നാമും നമ്മുടെ സഹസുഹൃത്തുക്കളായിട്ടുള്ള ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന, വേദനയിലായിരിക്കുന്ന, അസ്വസ്ഥതയിലായിരിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്നവരാകണം. നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നല്ല വാക്ക് അവരുടെ ആത്മാവിന് ആശ്വാസം പകരുവാൻ, അവരുടെ ഹൃദയത്തിന് സന്തോഷം പകരുവാൻ ഇടയായി തീരുന്നതിനായിട്ട് നാം ഉത്സാഹിക്കണം. മനോവ്യസനത്തിലിരിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ അവരോട് നാം യേശുവിൻ്റെ വർത്തമാനങ്ങളെക്കുറിച്ച് പറയുവാനിടയാകണം. കാരണം സദൃശവാക്യങ്ങളുടെ പുസ്തകം തന്നെ നോക്കുമ്പോൾ അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു: കണ്ണിൻ്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു. പ്രൈസലോ. അപ്പം നമ്മുടെ ഒരൊറ്റ നല്ല വാക്കുകൊണ്ട് അസ്ഥികളെ തണുപ്പിക്കുന്ന, അസ്ഥികളെ ബലപ്പെടുത്തുന്ന, ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്ന അനുഭവങ്ങളായിരിക്കണം. അപ്പോൾ കണ്ണിൻ്റെ ശോഭ, നമ്മുടെ കണ്ണിന് കാഴ്ച കുറവായാൽ, കണ്ണിന് തിമിരം സംഭവിച്ചാൽ, കണ്ണിന് വേദന സംഭവിച്ചാൽ, കണ്ണിന് വ്യത്യസ്ത തരത്തിലുള്ള രോഗങ്ങൾ സംഭവിച്ചാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ശോഭ നഷ്ടമായി പോകും. നമുക്കെപ്പോഴും അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള ഒരു ഭാരം. ട്രീറ്റ്മെൻറ്റ് ചെയ്യും തോറും നമുക്ക് വ്യാകുലതകൾ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്നു കണ്ണിൻ്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. അപ്പോൾ നമ്മുടെ കണ്ണിന് ശോഭയുണ്ടെങ്കിൽ, കാഴ്ചയുണ്ടെങ്കിൽ, മറ്റൊരു പ്രഹരമില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിലൊരു സന്തോഷം, നമുക്ക് വായിക്കുവാനും കാണുവാനും കേൾക്കുവാനും അറിയുവാനും ഒക്കെ ഉള്ള ഒരു പ്രാഗൽഭ്യമുണ്ടല്ലോ, ഒരു സന്തോഷം നമുക്കുണ്ടായിരിക്കും. അടുത്ത് പറയുന്നത് നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നല്ല വർത്തമാനങ്ങൾ കൊണ്ട് അസ്ഥികളെ തണുപ്പിക്കുന്നവരായി തീരുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുകയും അതിനായിട്ട് സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ മനോവ്യസനം ഹേതുവായിരിക്കുന്നതായ അനുഭവത്തിലായിരിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത് 7:13 അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സെളിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. നൈൻ എന്ന പട്ടണത്തിലേക്ക് യേശു കടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവർ പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ. സ്തോത്രം. അപ്പോൾ കുടുംബനാഥനില്ല, ഒരു മകനുണ്ടായിരുന്ന മകൻ മരിച്ചുപോയി. ആ മകനെക്കുറിച്ച് വിലപിച്ച് മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു മാതാവിനെ യേശു കർത്താവ് കാണുവാനിടയാകുന്നു. എന്നാൽ പുരുഷാരമൊക്കെയും ഈ മരിച്ചുപോയ ബാലനെ ശവസംസ്കാരത്തിന് കൊണ്ടുപോകുന്നുവെങ്കിലും അതിനോട് കൂടെ സഞ്ചരിക്കുന്നുവെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്, അവരാരും ഇവളെ കരയണ്ട എന്ന് പറയുന്നില്ല, ഇവളെ
ആശ്വസിപ്പിക്കുവാൻ നോക്കുന്നില്ല. അവർക്കൊന്നറിയാം, ഇവൻ മരിച്ചുപോയി, ഇനി അവനെ കുഴിച്ചിടേണ്ടതാണ് ആവശ്യമായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ശവസംസ്കാര ശുശ്രൂഷയിലേക്ക് പോകുന്നവർ ഇവളുടെ കരച്ചിലോ പ്രലാപമോ ഒന്നും അവിടെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ യേശു ശ്രദ്ധിച്ചത് ആ സ്ത്രീയാണ്, അവരുടെ മനോവ്യസനമാണ്, അവരുടെ മനസ്സിൻ്റെ വേദനയാണ് യേശു കണ്ടത്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. സ്തോത്രം. നമ്മുടെ യേശു മനസ്സലിയുള്ള ദൈവം, സർവാശ്വാസങ്ങളുടെ പിതാവാണ്. ആ ദൈവം അവളെ കണ്ടിട്ട് പറയുകയാണ്, കരയേണ്ട എന്ന് അവളോട് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. സ്തോത്രം. അപ്പോൾ ഇവിടെ മഞ്ചത്തിൽ ആയിരിക്കുന്നതായ ബാല്യക്കാരനെ എഴുന്നേൽപ്പിക്കാൻ കർത്താവ് ആ മഞ്ചത്തെ തൊടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ മഞ്ചത്തിൽ തൊട്ടപ്പോൾ ആ മഞ്ചം ചുമക്കുന്നവർ നിന്നു. നമ്മൾ ഓരോരുത്തരും ഓരോ മഞ്ചമാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ ഭാരമേറിയ പ്രശ്നങ്ങൾ ചുമന്നുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും സഞ്ചരിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും കാണുമ്പോഴൊക്കെ ഹാപ്പിയാണെങ്കിലും നല്ല മോഡിഫിക്കേഷനായിട്ട് പോകുന്നുവെങ്കിലും സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നതായ ഭാരം മരിച്ചതിന് തുല്യമായി, മരണത്തോടടുക്കുന്നതിന് തുല്യമായി, മരണ ജീവിതമായിട്ട് മല്ലടിക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ് നമ്മൾ ഓരോ നിമിഷങ്ങളിലും കടന്നു പോകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഭാരം അറിയുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിൻ്റെ സകല ഭാരവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭാരമേറിയ വിഷയങ്ങളെ കർത്തൃകരങ്ങളിൽ സമർപ്പിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ വിഷയത്തിന് പരിഹാരം വരുന്നത്. സ്തോത്രം. അവൾ കരയുന്നത്, അവൾ വിലപിക്കുന്നതൊക്കെ കണ്ടപ്പോൾ യേശു കർത്താവ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞിട്ട് ആ മഞ്ചം തൊട്ടു. സ്തോത്രം. നാം ആകുന്ന മഞ്ചത്തിൽ യേശു ഒന്ന് തൊട്ടാൽ, നാം ആകുന്ന മഞ്ചത്തിൽ ദൈവത്തിൻ്റെ കരസ്പർശനം വന്നാൽ നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും, നമ്മുടെ സ്ഥിതിക്ക് ഭേദഗതി ഉണ്ടാകും, നമ്മുടെ രോഗത്തിന് സൗഖ്യം വരും, നമ്മുടെ മനസ്സിന് ആശ്വാസം വരും. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നത് എന്താണ്? നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിൻ്റെ ഭാരമൊക്കെയും എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. നമ്മുടെ ഭാരമേറിയ വിഷയങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, അതാണ് യേശു ക്രിസ്തു. മനുഷ്യന് സഹായിക്കാൻ കഴിയാത്തത്, മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത്, മനുഷ്യന് ഹല്ലേലൂയ സ്തോത്രം പരിഹരിക്കാൻ കഴിയാത്ത ഏത് കാര്യാദികളെയും യേശു ഹല്ലേലൂയ പരിഹരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ നോക്കൂ, അവിടെ മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദിലേക്കും ചുറ്റുമുള്ള നാടങ്ങും പരന്നതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, മനുഷ്യനെ ഭയം പിടിപ്പിക്കുന്ന അനുഭവങ്ങളിൽ സ്തോത്രം ദൈവത്തിൻ്റെ മാഹാത്മ്യം വെളിപ്പെടുന്നത് കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം. ഇവിടെ മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറഞ്ഞത് എത്രയോ അർത്ഥവത്താണ്. ആ ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനത്തിൻ്റെ മുമ്പിൽ നമ്മെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കാമോ? കൊലോസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം ഹല്ലേലൂയ സ്തോത്രം, അതിൻ്റെ സ്തോത്രം 2-ാം വാക്യം തൊട്ട് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഇങ്ങനെയുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ വരണമെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് പകരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഹല്ലേലൂയ. വചനം പറയുന്നു, സ്തോത്രം, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചു എന്നുള്ളതായ വിശ്വാസത്താൽ നാം ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവ് ആ വിഷയങ്ങൾക്ക് നമുക്ക് മറുപടി നൽകി സഹായിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇവിടെ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിനും അത് സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. എന്താ ലഭിച്ചു എന്ന് നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ ഹല്ലേലൂയ, നമ്മളൊരു വിഷയം പറഞ്ഞിട്ട് ആ വിഷയത്തിൽ ലഭിച്ചതിനായിട്ട്, ദൈവം എനിക്ക് തന്നതിനായിട്ട്, എന്നെ സൗഖ്യമാക്കിയതിനായിട്ട്, എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തന്നതിനായിട്ട് സ്തോത്രം 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 എന്ന് പറയുമ്പോൾ, സ്തോത്രത്തിൽ ജാഗരിക്കുമ്പോൾ സ്തോത്രത്തിന് അർഹനായിരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി മനസ്സലിയും. ഇവിടെ പറയുന്നു, എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പാൻ. അപ്പോൾ പൗലോസ് പറയുന്നത് എന്താണ്? ബന്ധന കാരണമായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെട്ട് വരുന്നതിന് വേണ്ടി ഇവിടെ പറയുന്നു, സ്തോത്രം, ഞങ്ങൾക്ക് ആ വചനം
പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അപ്പോൾ സ്തോത്രം, ബന്ധനത്തിലായിരിക്കുന്നവരെ വിടുവിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദത്ത വചനം ഹല്ലേലൂയ നാം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് നാം പകർന്നു കൊടുക്കണം. കാരണം എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവവചനം അത് ജീവനും ചൈതന്യമുള്ളതായി ഇരുവാൾത്തല മൂർച്ചയുള്ള ഏത് വാളിനേക്കാൾ കടുപ്പമേറിയതും പ്രാണനെയും ആത്മാവിനെയും വേർപിടിപ്പിക്കുന്നു, അത് സന്ധിമജ്ജയിലേക്ക് തുളച്ചു ചെല്ലുന്നതുമാണ്. അപ്പം ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിയുടെ സന്ധിമജ്ജകളിലേക്ക്, ഹൃദയത്തിലേക്ക് തുളച്ചു ചെന്നാൽ ആ വ്യക്തിക്ക് ഒരു വ്യത്യാസം സംഭവിപ്പാനിടയാകും. ആ വ്യക്തി രൂപാന്തരം പ്രാപിപ്പാനിടയായിത്തീരും. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അവൻ പുതുതായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു പുതുമയുടെ അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കരം പിടിച്ച് നടത്തുന്നത് കാണാൻ സാധിക്കുന്നു. സ്തോത്രം. 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും കൃപയോട് കൂടിയതായിരിക്കണം, ഉപ്പിനാൽ രുചി വരുത്തുന്നതായിരിക്കണം. നമ്മുടെ നിത്യോപയോഗ സാധനമാണ് ഉപ്പ്. ആ ഉപ്പ് ഹല്ലേലൂയ ഒരു ഭക്ഷണത്തിൽ കുറഞ്ഞു പോയാൽ നമുക്ക് ആ ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല. സ്തോത്രം. ഉപ്പ് കുറവായാൽ പിന്നെയും നമ്മുടെ വായ്ക്ക് രുചി വരുന്നുമാറ് ആ ഉപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്തോത്രം, പിന്നെയും ചേർത്ത് കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉപ്പിനാൽ രുചി വരുത്തുന്ന ഒരനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വാക്കുകൾക്ക് ഹല്ലേലൂയ മാധുര്യമുണ്ടാകണം, വാക്കുകൾക്ക് ഹല്ലേലൂയ സ്തോത്രം ആശ്വാസമുണ്ടാകണം. നമ്മുടെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളായിരിക്കണം, ദൈവവചനത്തിൻ്റെ വാക്കുകളായിരിക്കണം, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലുള്ള ആയിരിക്കുവാൻ നാം ശ്രമിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരുന്നാൽ നിശ്ചയമായിട്ട് നമുക്ക് ഹല്ലേലൂയ ദൈവത്തിങ്കിൽ നിന്ന് ചില നന്മകൾ അനുഭവിപ്പാൻ ഇടയായിത്തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അങ്ങനെ നാം ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ, അങ്ങനെ നാം ദൈവമായിട്ട് കർത്താവിനോട് ചേർന്ന് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു വ്യത്യാസം വരും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. സ്തോത്രം. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ, അന്യോന്യം ഭോഷ്ക് പറയരുത്. സ്തോത്രം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഉപ്പിനാൽ രുചി വരുത്തുന്ന വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്ന് വരണം. സ്തോത്രം. നമ്മളെവിടെയായിരുന്നു? പഴയ കാല ജീവിതങ്ങളിലേക്ക്, പാപത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആണ്ടിരുന്നവരായിരുന്നു. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ നടുവിലും ഹല്ലേലൂയ സ്വർഗസ്ഥനായി ദൈവം നമ്മോട് മനസ്സലിഞ്ഞ് ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ കണ്ടിരുന്ന ആ യഹോവയായി ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ആർദ്രത എത്രമാത്രമാണ്, ആ ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രമാണ്. അതാണ് 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ ദൈവവചനം പറയുന്നു. സ്തോത്രം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി ഞാൻ നിങ്ങളെ തീർത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിൻ്റെ കൃപയിലേക്ക് നാം കടന്നു ചെന്നാൽ ഹല്ലേലൂയ നമ്മെ സ്വന്തം ജനമാക്കി തീർക്കുവാൻ നാം ദൈവം ഇഷ്ടപ്പെടുകയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം തന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു അധികാരത്തിൻ്റെ ശുശ്രൂഷ ദൈവം നമുക്ക് കൈമാറുമ്പോൾ ആ കൈമാറുന്ന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ സ്പർശനം നമ്മിലേക്ക് വരുന്നു. ദൈവാത്മാവിനാൽ ദൈവം നമ്മെ നടത്തുന്നു. ദൈവത്തിൻ്റെ പരിവർത്തനം നമ്മളിലേക്ക് ഉളവായി വരുന്നത് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നല്ലോ, അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോകുന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവൻ, അന്യോന്യം ഭോഷ്ക് പറയുക. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എന്തായി തീർന്നിരിക്കുന്നു? പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുകയാണ്.
കുഴിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ എന്താണ്? പാവപ്രവൃത്തിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? രൂപാന്തരത്തിലേക്ക് വരുന്നു. പാപം ചെയ്യാൻ പിന്നെ താല്പര്യം കാണിക്കുന്നില്ല. പാപമേറിയ സംസാരങ്ങൾക്ക്, ഫോഷ്ക്ക് പറയുവാൻ, ദുഷ്പ്രവൃത്തിക്ക് അടിമപ്പെട്ടു പോകാൻ, മ്ലേച്ഛതയിലേക്ക് ആഴ്ന്നു പോകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? കരം പിടിച്ച് നിർത്തുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം. തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും മഹിമയുള്ളവനായി സൃഷ്ടിച്ച ആ മനുഷ്യൻ ഹല്ലേലൂയ തേജസ്സിന്മേൽ തേജസ് ധരിക്കപ്പെടുകയാണ്. സ്തോത്രം. ഇവിടെ പറയുന്നു, അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. അപ്പോൾ യേശുക്രിസ്തുവിലൂടെയാണ് എല്ലാം എല്ലാമായി തീർന്നത്. ആ ദൈവത്തിൻ്റെ കൃപയിലേക്കാണ് ദൈവം നമ്മെ ഹല്ലേലൂയ വിളിച്ചു കൊണ്ടുവരുന്നത്. ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് നൈലിലെ വിധവയിലേക്ക് പകർന്നത്. സ്തോത്രം. അവളുടെ ഭാരം, അവളുടെ വേദന, അവളുടെ കരച്ചിൽ, അവളുടെ നെഞ്ചിടിപ്പ് കണ്ട ദൈവം അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞിട്ട് പറഞ്ഞ് കരയേണ്ട. സ്തോത്രം. പറഞ്ഞിട്ട് മഞ്ചത്തിൽ തൊട്ട് അവനെ എഴുന്നേൽപ്പിച്ച് ആ അമ്മയ്ക്ക് ജീവിപ്പിച്ചു കൊടുക്കുവാൻ, ആ മകനെ ജീവിപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തിന് മനസ്സലിഞ്ഞെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രശ്നത്തിന് പരിഹാരമില്ലാതെ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ഞരക്കത്തിൽ നമ്മളായിരിക്കുന്നു. മക്കളുടെ ഭാവിയെ ഓർത്ത്, മക്കളുടെ സ്തോത്രം വിദ്യാഭ്യാസ മേഖലകളെ ഓർത്ത്, മക്കളുടെ ഹല്ലേലൂയ സ്തോത്രം കടഭാരത്തെ ഓർത്ത്, നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം പോരായ്മകളെ ഓർത്ത് നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ വ്യാകുലത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കാമോ? കർത്താവെ, എൻ്റെ ജീവിതത്തിൽ അങ്ങുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുവാൻ, അങ്ങുമായിട്ടുള്ളതായ കൃപയിലേക്ക് നിൽക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണം. എൻ്റെ ജീവിതത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പൈശാചികമായ പോര്, അനേകരുടെ ജീവിതത്തിൽ പിശാചിനാൽ പിടിക്കപ്പെട്ട് പിശാച് ഭയങ്കരമായ തന്ത്രങ്ങൾ ഉപയോഗിച്ച് കുടുംബജീവിതത്തെ തകർത്ത് താളടിയാക്കി മുൻപോട്ട് പോകുവാൻ ഗത്യന്തരമില്ലാതെ ഹല്ലേലൂയ സ്തോത്രം ആയിത്തീരുമ്പോൾ അവിടെയൊക്കെയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ യേശു നല്ലവനാണ്, യേശു വല്ലവനാണ്, യേശു നടത്തിപ്പുകാരനാണ്, യേശു ഹല്ലേലൂയ സ്തോത്രം സർവ്വ ആശ്വാസങ്ങളുടെയും പിതാവാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ, നിന്റെ വിഷയങ്ങൾ കർത്താവിനോട് പറഞ്ഞാൽ, നീ സ്തോത്രത്തോടെ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ, സ്തോത്രത്തിൽ ജാഗരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ നിന്റെ മേൽ ഇറങ്ങി വരും. നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം തരും. മനസ്സമാധാനമില്ലാതെ, കുടുംബത്തിൽ സ്വസ്ഥമായി ഒന്നുറങ്ങാൻ കഴിയാതെ, കുടുംബത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഭയങ്കരമാകുന്ന ഭാരമേറിയ വിഷയങ്ങളുടെ നടുവിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റായിരിക്കുന്ന തലമുറകളെ ഓർത്ത്, കുടുംബനാഥന്മാരെ ഓർത്ത് വ്യാകുലത അനുഭവിച്ച് ശരിക്കും ഭക്ഷിച്ചൊന്ന് കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഭാരത്തോടുകൂടെ ആയിരിക്കുന്ന പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നീ യേശുവിനെ മുറുകെ പിടിക്കുക. യേശുവിൻ്റെ വചനം പറയുന്ന അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ആമേൻ, ആമേൻ. ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കട്ടങ്ങളിൽ വിടുവിച്ചു. ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുമ്പോൾ, തിരുവചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലെ സംരക്ഷിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. ഉടരതര ഷൈഡകനഗജ സന്ധരാധര രജസ്യ ജുഡാന ഹസ്തെ. ഓ ഹല്ലേലൂയ. ഭയങ്കരമാകുന്ന പ്രശ്നമാണോ? ഭയങ്കരമാകുന്ന നിരാശയാണോ? രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നു, പ്രതികൂല സാഹചര്യങ്ങളായിരിക്കുന്നു, അമിതമായ കടബാധ്യതയാൽ ഞെരുങ്ങി സ്വസ്ഥത നഷ്ടപ്പെട്ട് പലിശ കടം കൊണ്ട് നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിത്വങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ ദൈവം സമ്പന്നനാണ്. ദാരിദ്ര്യത്തിൻ്റെ ശാപം യേശു വഹിച്ചതിനാൽ യേശുവിൽ ഞാൻ സമ്പന്നനായിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനപ്രകാരം നീ ദൈവസന്നിധിയിൽ നിന്നെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കാമെങ്കിൽ, നീ ഏത് മനോവ്യസനത്തിൽ നീ ആയിരിക്കുന്നുവോ അതിൻ്റെ നടുവിൽ നിന്നെ വിടിവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ശക്തി വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം, അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ആകയാൽ കർത്താവ് എനിക്ക് തുണ. മനുഷ്യൻ തുണ നിൽക്കും, ആ തുണ വേഗത്തിൽ നഷ്ടമായി പോകും. മനുഷ്യൻ തുണയ്ക്കുന്നതൊക്കെയും ഒരു പരിധിക്കപ്പുറം തുണയ്ക്കത്തില്ല. ഹല്ലേലൂയ. അതിനെല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പക്ഷെ പരിധി കൂടാതെ, അളവ് കൂടാതെ നൽകുന്ന ഒരു ദൈവത്തിൻ്റെ മധ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. അവിടെ പറയുന്നു, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. അടുത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നത്, സ്തോത്രം, അതിൻ്റെ 8-ാം വാക്യത്തിൽ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ, വിവിധവും
അനന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നതെന്നല്ല. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നല്ലോ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. വിവിധവും അനന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. അനേക വ്യക്തികളിലൂടെ സ്തോത്രം, അനേക ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ, അനേകരുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ, അവരുടെ സംസാരങ്ങൾക്ക് നാം വിധേയപ്പെട്ടു പോകുമ്പോൾ നമ്മൾ തെറ്റിപ്പോകുന്ന അനുഭവങ്ങളാകും. അങ്ങനെ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. ആചരിച്ചു പോന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, ആചാരം അനേക ആചാര അനുഷ്ഠാനങ്ങളിലൂടെ പോയാൽ നിനക്ക് നന്മ വരും, നിനക്ക് തൃപ്തി വരും, നിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം വരുമെന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും നീ വീണു പോകരുത്. കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നതല്ല. അപ്പം കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നതല്ലത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. ഹല്ലേലൂയ. ധൈര്യസമേതം ധൈര്യപൂർവ്വം ഹൃദയത്തിൻ്റെ സ്തോത്രം ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നു കൊടുത്താൽ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ, യേശുവിൻ്റെ അടുക്കിലേക്ക്, കൃപാസനത്തിലേക്ക്, യേശുവിൻ്റെ കൃപയുടെ അരികിലേക്ക് നാം കടന്നു ചെല്ലുന്നുവെങ്കിൽ നിശ്ചയമായും സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ പകൽക്കാലം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. മനോവ്യസനത്തിലായിരിക്കുന്നുവോ, ഭാരത്തിലായിരിക്കുന്നുവോ, നിരാശയിലായിരിക്കുന്നുവോ, മാറാവ്യാധികളാൽ ഭാരപ്പെടുന്നുവോ, കടബാധ്യതയാൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു, മദ്യപാനാസക്തി അഡിക്റ്റായി ആത്മഹത്യയുടെ പ്രവണതയിലായിരിക്കുന്ന വ്യക്തിത്വങ്ങളെയും ചിലപ്പോൾ ഇതിൽ കണ്ടേക്കാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ ദൈവം നല്ലവനാണ്, ദൈവം വല്ലഭനാണ്. മനോവ്യസനത്തിലിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും ഹല്ലേലൂയ ആശ്വസിപ്പിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഇട്ടുകൊടുക്കാമോ? ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആ ദൈവ സാന്നിധ്യത്തിനായി കൃപാസനത്തിൻ്റെ അരികിലേക്ക് നാം കടന്നു ചെല്ലുന്നുവെങ്കിൽ കാൽവരി ക്രൂശിൽ 3 തറക്കപ്പെട്ട് യാഗമായി ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ഹല്ലേലൂയ നമ്മുടെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും. എബ്രായർ 12:1 പറയുന്നു, ആകയാൽ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. ഈ പകൽക്കാലം സർവശക്തനായ ദൈവം പൂർത്തീകരിക്കുന്ന ദൈവമാണ്. സകലം നിവർത്തീകരിക്കുന്ന എവിടെയാണോ പോരായ്മകൾ, എവിടെയാണോ പ്രശ്നങ്ങൾ, എവിടെയാണോ പ്രതികൂലങ്ങൾ, എവിടെയാണോ പ്രതിസന്ധികൾ, എവിടെയാണോ വെല്ലുവിളികൾ, അതിനെ മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ആ സർവശക്തനായ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ഈ പകൽക്കാലം ഇറങ്ങിച്ചെല്ലാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു പാട്ടിൻ്റെ ഈരടികൾ എൻ്റെ ഓർമ്മയിൽ വരുന്ന സ്തോത്രം. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിലിനി ജയം എനിക്കുണ്ട്, ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിലിനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകയില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകയില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിലിനി ജയം എനിക്കുണ്ട്, ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിലിനി ജയം എനിക്കുണ്ട്. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യന് നീതിമാനുമാണ് ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി സ്തുതിക്കുന്നു. കർത്താവെ, ഇത്രയും സമയം ഹല്ലേലൂയ കർത്താവെ അടിമയുടെ മുമ്പിൽ ആയിരുന്ന
വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ആളാളായി പേരായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പച്ച, ഓരോ മക്കളെയും കർത്താവിൻ്റെ കൃപയിൽ അവിടെ നിന്ന് മറച്ചുകൊള്ളണമേ. ഓരോ കുടുംബത്തോടും ദൈവം മനസ്സിലിടമേ. ഓരോ വ്യക്തികളോട് ദൈവം ഇടപെടുമാറണമേ. ഓരോ വ്യക്തിത്വങ്ങളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ ദൈവം നിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരത്തോടെ, നിരാശയോടെ, വേദനയോടെ, മരണദുഃഖത്തിലായിരിക്കുന്ന അനേക വ്യക്തികളുണ്ട് കർത്താവെ. അവരെ ദൈവം തൊട്ട് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാ ഞാൻ ആരോഗ്യവും രോഗശാന്തി വരുത്തി നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെ അരുളിച്ചത് ദൈവം അവിടെ നിന്ന് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സൗഖ്യദായകനായ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി ഈ വ്യക്തികളിൽ അവിടെ നിന്ന് പകരണമേത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ അസമാധാനങ്ങൾ മാറിപ്പോകട്ടെ, ഭിന്നതകൾ മാറിപ്പോകട്ടെ, പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ. മനോദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആരും നൽകാത്തൊരു സമാധാനം കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം. വചനം അയച്ച ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെ അരുളിച്ചത് ദൈവത്തിൻ്റെ അത്യന്ത ശക്തി. ലോർഡ് ജീസസ് ഹാംസ ലൗർജി സീഖബനഗജസ്യ ജഗൽഖന വൈഡബാരികൾ പ്രൗഢബ ഹാസ്തബ ജമനഗജ സന്ധരാധന രജസ്യ ജുഡാനാസ്തി ബിബിഖാന രഗജ സാംഫോ റംഷബന രഗജസ്യ. കുടുംബതലത്തിൽ വ്യക്തിത്വങ്ങളിൽ വ്യാപരിക്കപ്പെടുന്ന മാനുഷിക പൈശാചിക മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ശാപക്കെട്ടുകൾ പൊട്ടട്ടെ. എല്ലാ പ്രതികൂലത്തിൻ്റെ ശക്തികൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിർവീര്യമാകാൻ കൽപ്പിക്കുന്നു കർത്താവെ. ആരും നൽകാത്ത സമാധാനം കർത്താവിനായുള്ള വിധവയ്ക്ക് ദൈവം പകർന്നു കൊടുത്ത ആ ദൈവത്തിൻ്റെ സമാധാനം ഈ കുടുംബങ്ങളിൽ വ്യക്തിത്വങ്ങളിൽ നിന്ന് പകൽക്കാലം പകരപ്പെടുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന അപ്പച്ച, അടിമകളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മാനവും മഹത്വവും ബഹുമാനവും പുകഴ്ചയും എല്ലാം പിതാവിന് തരുന്നു. നസ്രന യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണം സ്വർഗീയ അൻപുള്ള നല്ല ദൈവമേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.